السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم قال: إن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار. ശൈഖാനി. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഇമാം ശൈഖാനി ബുഖാരിയും മുസ്ലിമും റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യന് ഖുർആൻ പറഞ്ഞ ഏറ്റവും സുന്ദരമായ സവിശേഷമായ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമാണ് സത്യസന്ധത. ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അവിടെയാണ് ധാരാളം വന്നിട്ടുള്ളത്. പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു പരിചയപ്പെടുത്തിയതിന് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന സാദിഖൽ വഅദി. പിന്നെ മറ്റൊരു പദം സിദ്ദീഖൻ വ നബിയ്യ വ സിദ്ദീഖൻ റസൂല. ഒരുപാട് സ്ഥലത്ത് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞൊരു വാക്കാണ്. അവര് സത്യസന്ധരായിരുന്നു. വല്ലാത്തൊരു ക്വാളിറ്റിയാണത്, പ്രവാചകന്മാർക്കുള്ള ക്വാളിറ്റിയാണത്. അവര് സത്യത്തെ അംഗീകരിച്ചവരായിരുന്നു. അപ്പൊ ഖുർആനിന്റെ ആളുകളായ നമുക്ക് വേണ്ടത് വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത വേണം. നാം ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ ഒന്നും നമ്മൾ ചോദിച്ചില്ല. ഒരു കടം ചോദിച്ചതാണ്, പെട്ടെന്ന് മൊബൈൽ എടുത്ത്, നമ്മൾ അങ്ങനെയാണല്ലോ, മൊബൈൽ എടുത്ത് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു. നാളെ കൊടുക്കാന്നാണ് പറഞ്ഞതെങ്കിൽ സുബഹിക്ക് കൊടുക്കാൻ പറ്റും. സുബഹിക്ക് നമ്മുടെ പള്ളിയിൽ വന്നു, കയ്യിൽ പൈസ ഉണ്ട്, വൈകുന്നേരം കൊടുക്കാം. അല്ല, അതിനിടയിൽ മരിച്ചു പോയാലോ? അല്ല, വരുത്തപ്പെടുവോ? തീർച്ചയായും സത്യസന്ധത വാക്കിലും പ്രവൃത്തിയിലും. യഹ്ദി ഇലൽ ബിർറ്, അത് നന്മയിലേക്ക് നയിക്കും. അതെന്താ നന്മ? നാളെ വേറൊരു ആവശ്യം വന്നാൽ അയാളോട് ചോദിക്കാൻ പൈസ തരും. മനസ്സിലായ? അയാൾ ആവശ്യപ്പെടാതെ നമ്മൾ വാങ്ങിച്ച പണം തിരിച്ചു കൊടുത്തു. അതാണ് മുസ്ലിം. ആ നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. കളവ് വാക്കിലും പ്രവൃത്തിയിലും വന്നാൽ യഹ്ദി ഇലൽ ഫുജൂർ, അത് തെമ്മാടിത്തരത്തിലേക്ക് നയിക്കും. അങ്ങനെയില്ലേ? വിളിച്ച ഫോൺ എടുക്കൂല ചില മനുഷ്യർ, നമ്മളല്ല, ചില മനുഷ്യന്മാരങ്ങനെയാ. സാമ്പത്തിക ഇടപാട് നടത്തും. അയാൾ ഒരുപക്ഷെ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസയായിരിക്കും മറച്ചിരിക്കുക. ശരിക്കും ആലോചിക്കണം. പിന്നെ വിളിച്ച ഫോൺ എടുക്കൂല. പിന്നെ നമ്മൾ ഈ പള്ളിയിലേക്ക് വരികയാണ്, അയാൾ ഈ പള്ളിയിലേക്ക് വരത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ചില മനുഷ്യന്മാര്. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ മരിക്കണ്ടേ, ഖബറിൽ കിടക്കണ്ടേ? അപ്പൊ പലപ്പോഴും നമുക്കറിയാം, വൈകിട്ട് കൊണ്ടേ വെച്ചിട്ട് വെറുതെ ചോദിക്കില്ല. അല്ല, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താ? അറിയിക്കണം. ഒരാൾ മരിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ പണി എന്താ? ഖബർ വെട്ടലല്ല, കടം വീട്ടലാണ്. രണ്ടാമത്തെ പണി കടം വീട്ടിട്ടേ ഖബർ വെട്ടാവൂ. എനിക്കൊരാൾ പൈസ തരാനുണ്ട് എങ്കിൽ ആ വീട്ടിൽ നിന്ന് മയ്യത്ത് ഇറക്കാൻ എനിക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല, ഞാൻ പിടിച്ചു നോക്കണമെന്നാ. അയാളെ ഖബറിൽ കിടന്നാൽ
40 അല്ല 100 അല്ല 1000 പേര് നിസ്കരിച്ചാലും വീടില്ല. നമുക്കറിയാമോ ഒരു സ്വഹാബിന്റെ ചരിത്രം എന്ന് പറഞ്ഞുതരാം. 2 ദിർഹം കടം വന്നു. എത്ര? 2 ദിർഹം. ചരിത്രം പിന്നെ പറഞ്ഞുതരാം, വിശാലമായ ചരിത്രമാണ്. 2 ദിർഹം കടം വന്നു. നബി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഒരു സഹാബി പറഞ്ഞു, എനിക്ക് കടമുണ്ട് നബി. നബി മാറി നിസ്കരിച്ചില്ല. അവ ചോദിച്ചു, ആരാ ഏറ്റെടുക്കുക? ഒരു സഹാബി ഏറ്റെടുത്തു. 2 ദിർഹമാണ്. 2 ദിർഹം. ചിന്തിക്ക്, ഏറ്റെടുത്ത ആൾക്ക് സാമ്പത്തികമുണ്ട്. അങ്ങനെ അത് ഏറ്റെടുത്തു, ഖബറിലാക്കി. പിറ്റേന്ന് അതേ സമയത്ത് അസറിന്റെ സമയത്ത് സഹാബിയെ കണ്ടു നബി. അല്ല, നിങ്ങൾ ഏറ്റെടുത്ത കടം വിട്ടു? ഇല്ല നബിയെ. നബിയുടെ കണ്ണുകൾ ചുമന്നു. ആ മനുഷ്യരുടെ ഖബറിൽ കിടക്കും. 2 ദിർഹമാണ്. നീ എന്തിനാ ഏറ്റെടുത്തത്? ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യരുത്. നോക്കണം ഇസ്ലാമിന്റെ മര്യാദ. ആ ഖബറടക്കി അതേ സമയമായപ്പോ പറഞ്ഞു, ഖബറിൽ കിടക്കാൻ പറ്റില്ല. അയാൾക്ക് തീയായിരിക്കും ഖബറിൽ. 2 ദിർഹം കൊടുത്തു കൊടുക്ക് കഴിവുണ്ടല്ലോ. പള്ളി കൊണ്ടുവന്ന മയ്യത്ത് ഏറ്റെടുക്കാൻ സുഖമാണ്. പക്ഷെ വീട്ടാനാ പണി. കടകളുള്ള മയ്യത്തിനെ 3 10 7 10 15 നടത്തുന്ന ആൾക്കാര് കടം വീട്ടാദ്യം. ഉമ്മാന്റെ കടവുണ്ട്. പാപ്പ ചായ കുടിക്കുന്ന കടയിലേക്ക് ഓടിച്ചെല്ലണം. പാപ്പ മരിച്ചു കിട്ടാ തരാനുണ്ട്. ഒരു 67 രൂപ തന്നെ പിടിച്ചോ. മക്കളാരും ശ്രദ്ധിക്കാത്ത വിഷയമാണ്. എന്ത് പൊരുത്തപ്പെടാനാ? പൊരുത്തപ്പെടിക്കണ്ട. വാപ്പ പോകുന്ന കടയിലേക്ക് പോണം. അയൽപക്കത്തെ കടയിലേക്ക് ചെല്ലണം. ഉമ്മ മരിച്ചു കിട്ടാ അല്ല തരാനുണ്ട്. ഇന്നലെ 1 കിലോ പഞ്ചസാര വാങ്ങിച്ച പൈസ പിടിച്ചോ. എന്നിട്ട് അടക്കിയാ മതി. സത്യസന്ധത വാക്കിലുണ്ടാവണം, ജീവിതത്തിലുണ്ടാവണം, കച്ചവടത്തിലുണ്ടാകണം, അയൽപക്ക ബന്ധങ്ങളിലുണ്ടാകണം, ദാമ്പത്തിക ജീവിതത്തിലുണ്ടാകണം, സാമ്പത്തിക വിഷയങ്ങളിൽ ഉണ്ടാകണം. പറയുന്ന വാക്ക് പാലിക്കണം. അത് സ്വർഗത്തിലേക്ക് നയിക്കും. കളവ് അത് നരകത്തിലേക്ക് നയിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك ورضاك يا رب العالمين. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.